കൊന്തയുടെ മണികൾ അത് കട്ട് ചെയ്ത് ഈ 8 ഏക്കർ വരുന്ന ഭൂമിയുടെ ചുറ്റും നടന്ന് അച്ഛൻ കൊന്ത ചെല്ലുകയും ഓരോ സ്ഥലത്തും അച്ഛൻ ആ കൊന്ത മണികളെ കുഴിച്ചിടുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടായിട്ടില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2005 ജനുവരി മാസത്തിലാണ് ഗുവാഹത്തി അതിരൂപതയിലെ ചൊയ്ഗാവ് സെൻറ്റ് ലൂയിസ് ഈ ഇടവക ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് തന്നെ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന വൈദികർക്കും പ്രത്യേകിച്ച് ആദ്യത്തെ വൈദികനായ ഫാദർ അന്ന അമല ക്രിസ്ത്യൻ, അദ്ദേഹത്തിന് ശേഷം വന്ന വൈദികർക്കും ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും വിഷമതകളും അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ഥലമാണിത്. ശാരീരികവും മാനസികവുമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഫാദർ അന്ന അമല ക്രിസ്ത്യൻ. അദ്ദേഹത്തിന് ഈ ഇടവകയിൽ ഒരു പള്ളി തുടങ്ങാനുള്ള, ഈ ഇടവക തുടങ്ങാൻ ഒരു തരത്തിലും അനുവദിക്കുകയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പള്ളി പാടില്ല, സ്കൂൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള രീതിയിലും ആൾക്കാർ പറഞ്ഞ് അച്ഛനെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട് വിഷമിച്ച് ശാരീരികമായ പീഡനങ്ങൾ ഏറ്റ് സമയത്താണ് അച്ഛൻ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ബ്രദറിനോട് കൂടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഈശോയോടും പരിശുദ്ധ ദൈവമാതാവിനോടും ഒക്കെ കൃപയ്ക്കായി പ്രാർത്ഥിച്ച് ഒരു സംരക്ഷണത്തിന് വേണ്ടി, പ്രത്യേകമായ കൃപയോടുകൂടിയ സംരക്ഷണത്തിന് വേണ്ടി ഈശോയോട് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. 8 ഏക്കർ വരുന്ന ഭൂമിയാണ് ഈ പള്ളിക്ക് വേണ്ടി അന്ന് വാങ്ങിയിരുന്നത്. അന്ന് ബൗണ്ടറി വാളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അച്ഛൻ താമസിച്ചിരുന്നത് ഒരു ചെറിയ ബാംബു ഷെഡിലാണ്. യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ലാതെ അച്ഛൻ ജീവിച്ചിരുന്നത്. ആർക്കും എപ്പം വേണേലും ക്യാമ്പസിനകത്ത് വരാം. ആ സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന ബ്രദറിനോട് ചേർന്ന് പരിശുദ്ധ ദൈവമാതാവിനോട് പ്രത്യേകമായ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛനൊരു കൊന്ത ചെല്ലുന്നത്. ആ കൊന്തയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അച്ഛൻ ഒരു കൊന്തയെടുത്തിട്ട് ആ കൊന്തയുടെ മണികൾ അത് കട്ട് ചെയ്ത് മുറിച്ച് ഓരോ സ്വർഗസ്ഥനായ പിതാവിൻ്റെയും ഓരോ നന്മ നിറഞ്ഞ മറിയത്തിനോടും ചേർന്ന് അദ്ദേഹം ഈ 8 ഏക്കർ വരുന്ന ഭൂമിയുടെ ചുറ്റും നടന്ന് അച്ഛൻ കൊന്ത ചെല്ലുകയും ഓരോ സ്ഥലത്തും അച്ഛൻ ആ കൊന്ത മണികളെ കുഴിച്ചിടുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇടവക പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൊന്തയുടെ സംരക്ഷണത്തിലാണ്. കാരണം അന്നു മുതൽ ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ ഉണ്ടായിട്ടില്ല. ഈ കൊന്ത അവസാനിച്ച് ഏറ്റവും അവസാനം കുരിശ് മാത്രമാണ് ബാക്കി വന്നിരുന്നത്. ആ കുരിശ് അച്ഛൻ ഞങ്ങളുടെ പ്രധാന കവാടം മെയിൻ ഗേറ്റിൻ്റെ അടുത്ത്, ഏറ്റവും മെയിൻ ഗേറ്റിൻ്റെ അവിടെ അച്ഛൻ കുഴിച്ചിട്ട് കൊന്ത അവസാനിപ്പിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ പള്ളി ഉണ്ടാക്കാൻ പാടില്ല എന്ന് അവർ നിർബന്ധം പിടിക്കുമായിരുന്നു. കത്തോലിക്കരുണ്ട്, അവർ കത്തോലിക്കരൊക്കെ ദൂരങ്ങളിലാണ്.
അവർക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ പോലും അതിന് സാധിക്കുമായിരുന്നില്ല. 2014 ഒരു വെള്ളപ്പൊക്കമുണ്ടാവുകയും ആ വെള്ളപ്പൊക്കത്തിൽ ഈ ഗ്രാമവാസികൾ എല്ലാവരുടെയും വീടുകൾ വെള്ളത്തിനടിയിലാവുകയും അവർക്ക് കയറിക്കിടക്കാനായിട്ട് ഒരു സ്ഥലമില്ലാതിരുന്നപ്പോൾ നമ്മുടെ പള്ളിയുടെ സ്കൂള് പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുകൊടുത്ത് അവർക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യം, അവരുടെ പശുക്കൾ, ആടുകൾ, അങ്ങനെയുള്ള എല്ലാ ജന്തുജാതികളെയും അവിടെ കയറി താമസിക്കാൻ അനുവദിച്ച് അന്ന് തൊട്ട് അവർക്ക് നമ്മളോട് പ്രത്യേകമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. CRS വഴി, സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി അവരുടെ വീടുകൾ വെള്ളമിറങ്ങിയപ്പോൾ വീടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊത്തിരി സഹായിച്ചു. അതൊക്കെ അവരെ നമ്മളോട് കൂടുതൽ അടുപ്പിക്കുവാനും നമ്മളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റുവാനും പ്രത്യേകമായിട്ട് നമുക്ക് സാധിച്ചു. 2015 തൊട്ട് അന്നത്തെ വൈദികരായിരുന്നവർ ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ സംഘടിപ്പിച്ചു പോന്നു. അതായത് 25-ാം തീയതി വൈകുന്നേരം കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ അവർക്ക് ഇവിടെ വരുവാനും പ്രാർത്ഥിക്കുവാനും അവർക്കൊരു നമ്മളെങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് അവർക്കൊരു അനുഭവം നൽകുവാനുമായിട്ട് നമ്മൾ ശ്രമം നടത്തി. ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷനിൽ ഏകദേശം 100 പേര് വന്നിരുന്നു. വർഷാവർഷങ്ങളിൽ ആ നമ്പർ കൂടിക്കൂടി വന്നു. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന ഒരു സമയത്താണ് ഞാനപ്പോൾ 2017 ഞാൻ വികാരിയായി ഇവിടെ എത്തി. അങ്ങനെയുള്ള ആ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സമയത്ത് അവർ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, അച്ഛാ, എന്തുകൊണ്ടാണ് നിങ്ങൾ പള്ളി പണിയാത്തത്? നിങ്ങൾ പള്ളി പണിതാൽ ഞങ്ങൾക്ക് മുന്ന് പ്രാർത്ഥിക്കത്തില്ലയോ? അങ്ങനെയാണ് ഈ പള്ളി പണിയാനായിട്ട് ഞങ്ങൾ ഒരുമിടുന്നതും പിതാവിൻ്റെ, ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ്റെ പ്രത്യേകമായ അനുഗ്രഹാശസ്സുകളോടെ ഞങ്ങൾ ഈ പള്ളി പണിയാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്നത്. ഞാൻ അവധിക്ക് വരുമ്പോഴൊക്കെ എൻ്റെ കുടുംബാംഗങ്ങളോടുമൊക്കെ ഈ പള്ളിയെക്കുറിച്ച് പറയുകയും അപ്പോൾ അവരാണ് ഒരു എൻജിനീയറെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും ആ എൻജിനീയർ, കേരളത്തിൽ നിന്നുള്ള ഒരു എൻജിനീയർ, വളരെ തുച്ഛമായ ഒരു തുകയ്ക്ക് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റിയ അങ്ങനെ ഡിസൈൻ ചെയ്ത് തന്ന്, അതുകൊണ്ടാണ് ഈ പള്ളി ഒരു കേരള മോഡൽ പള്ളി ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ ജപമാലയുടെ സഖ്യത്തിൻ്റെ അൾത്താരയായി, മാതാവിൻ്റെ അൾത്താരയായി ഈ പള്ളിയെ 2025 മെയ് 18-ാം തീയതി ഉയർത്തുകയും അന്ന് തൊട്ട് തന്നെ ഒത്തിരിയേറെ ആൾക്കാർ പരിശുദ്ധ ജപമാലയുടെ, പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ ജപമാലയുടെയും പ്രത്യേകമായ സംരക്ഷണയിലും പ്രത്യേക അനുഗ്രഹത്തിലും വളർന്നു വരുവാനായിട്ട് ഒത്തിരി പേര് ഇവിടെ സന്ദർശകരായിട്ട്, അല്ലെ തീർത്ഥാടകരായിട്ട് എത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വളരെയേറെ ദൂരത്തു നിന്ന്, ഒരിടവകയിൽ നിന്ന് 240ഓളം തീർത്ഥാടകർ ഇവിടെ എത്തുകയും അവർ മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിച്ച് അവരിവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ കൊന്ത പ്രദക്ഷിണമുണ്ട്. എല്ലാ ശനിയാഴ്ചയും റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് ഞങ്ങൾ പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്താറുണ്ട്. ഗ്രാമങ്ങളിൽ നിന്ന് ശനിയാഴ്ച ദിവസങ്ങളിൽ അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്.